നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലക്ഷാമം രൂക്ഷമായ പൊട്ടിക്കല്ലിൽ മണ്ണ് ജല സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. നിലമ്പൂർ ഗവൺമെന്റ് ITI കെട്ടിട നിർമ്മാണത്തിന് ഉടൻ ഫണ്ട് അനുവദിക്കണമെന്ന് SFI നിലമ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കരുളായി പുള്ളിയിൽ നടന്ന ഏരിയ സമ്മേളനം DYFI ജില്ലാ ട്രഷറർ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ രൂപീകരണ പദ്ധതിക്ക് തുടക്കമായി. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുംപാടം ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെയും നേതൃത്വത്തിൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നാർക്കോട്ടിക് സെൽ DYSP MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അമരമ്പലം പഞ്ചായത്തിലെ ജലക്ഷാമം രൂക്ഷമായ പൊട്ടിക്കല്ലിൽ മണ്ണ് ജലസംരക്ഷണ പദ്ധതികൾക്ക് തുടക്കമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പ്രദേശത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും BPL പട്ടികയിലുള്ളവരുടെയും ഉൾപ്പെടെ 18 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. 808 പ്രവൃത്തി ദിവസങ്ങൾ കണക്കാക്കി 1,35,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പറമ്പുകളിൽ കയ്യാലകൾ, കുഴികൾ, തടങ്ങൾ എന്നിവ നിർമ്മിച്ചാണ് ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നത്. കാട്ടുകല്ലുകൾ ഉൾപ്പെടെ പ്രാദേശിക വിഭവങ്ങൾ സമാഹരിച്ചാണ് കെട്ടുകൾ നിർമ്മിക്കുന്നത്. ജനുവരി മാസത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം ആരംഭിക്കുന്ന പ്രദേശത്ത് ശുദ്ധജല സംരക്ഷണ പദ്ധതികളും കാര്യക്ഷമമല്ല. ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുവാനും ജലക്ഷാമത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമുണ്ടാക്കുവാനും പദ്ധതിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2011-2015 മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിന്റെ സമാപനവും പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനവും കരുളായിയിൽ നടക്കും. നിലമ്പൂർ TBയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ മാസം 18-ാം തീയതി ഞായറാഴ്ച കരുളായി മർഹൂം കക്കോടൻ മുഹമ്മദ് സാഹിബ് നഗറിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് അമ്പലപ്പടിയിൽ നിന്നും ശക്തി പ്രകടനവും സംഘടിപ്പിക്കും. 7 മണിക്ക് കക്കോടൻ മുഹമ്മദ് സാഹിബ് നഗറിലാണ് സമ്മേളനം നടത്തുന്നത്. 6:30 കരുളായി അമ്പലപ്പടിയിൽ വെച്ച് അമ്പലപ്പടിയിൽ നിന്നും ആരംഭിക്കുന്ന മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് റാലി നഗരം ചുറ്റി 7:30 കരുളായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മർഹൂം കക്കോടൻ മുഹമ്മദ് ഹാജി സാഹിബ് നഗറിൽ വെച്ച് സമാപിക്കുകയാണ്. പ്രസ്തുത സമ്മേളനം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയും മാന്യനായ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബിന്റെ മുഖ്യപ്രഭാഷണവും പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി KPA മജീദ് നിർവഹിക്കും. പഞ്ചായത്ത് നഗരവികസന മന്ത്രി ഡോക്ടർ MK മുനീർ മുഖ്യപ്രഭാഷണം നടത്തും. PK ബഷീർ MLA, മഞ്ഞളാംകുഴി അലി MLA, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, അഡ്വക്കേറ്റ് PV മനാഫ്, KC അഷ്റഫ് അലി, ഇസ്മായിൽ മൂത്തേടം, KT കുഞ്ഞാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. CPMൽ നിന്നും രാജിവെച്ച TK അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ ഉൾപ്പെടെ വിവിധ സംഘടനകളിൽ നിന്നും രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നവർക്കുള്ള സ്വീകരണവും രാത്രി 10 മണിക്ക് നീലാംബരി ഓർക്കസ്ട്രയുടെ വിഷ്വൽ സന്ധ്യയും ഉണ്ടായിരിക്കും. നിലമ്പൂർ TBയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി TP സിദ്ദീഖ്, ബാപ്പുട്ടി കണ്ണംകുളവൻ, മച്ചിങ്ങൽ ഷാഹുൽ, ഉമ്മർ മൗലവി, NK അബ്ദുറഹ്മാൻ, KT സെയ്തലവി, VK സക്കീർ, K അബ്ബാസ് എന്നിവർ പങ്കെടുത്തു. കരുളായി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന് മുന്നോടിയായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. റാലിയിൽ 300ഓളം പ്രവർത്തകർ പങ്കെടുത്തു. വൈകിട്ട് 4:30ഓടെയാണ് റാലിക്ക് തുടക്കമായത്. കരുളായി പുള്ളിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലിക്ക് മൈലമ്പാറയിൽ സമാപനമായി. ബൈക്ക് റാലിക്ക് KT സെയ്തലവി, KT നാസർ, ഷാലി ഷെറീഫ്, EK സക്കീർ, K ഹബീബ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മൈലമ്പാറയിൽ സമാപന യോഗവും നടന്നു. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണെന്നും കോൺഗ്രസ് നിലനിന്നാൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ എന്നും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കരുവാരക്കുണ്ട് കേരളയിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അവരൊരു കാര്യം ചിന്തിക്കണം, ഈ ഗവൺമെന്റിനെ പൊളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, മൻമോഹൻ സിംഗ് രാജിവെക്കണമെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നു. മൻമോഹൻ സിംഗിന്റെ പേരിൽ അവിശ്വാസം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൊണ്ടുവന്നു ആ അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നുവെങ്കിൽ എന്താ സ്ഥിതി? അദ്വാനി, BJP-യുടെ അദ്വാനി ഇന്ത്യ രാജ്യത്ത് തൽക്കാലം 6 മാസം പ്രധാനമന്ത്രിയാകുമായിരുന്നു. അല്ലാതെ 3 നാളില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാകാൻ സാധിക്കുമോ? കോൺഗ്രസ് പോയാൽ BJP പോയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലാതെ ഇവരൊന്നും വരില്ല. BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി ചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രം 3 രൂപയ്ക്ക് അരി നൽകുമ്പോൾ അത് സംസ്ഥാന സർക്കാർ 2 രൂപ നഷ്ടത്തിൽ 1 രൂപയ്ക്കാണ് നൽകുന്നത്. കഴിഞ്ഞ UDF സർക്കാർ കൈകാര്യം ചെയ്ത സമയത്ത് വൈദ്യുതി വകുപ്പ് ലാഭത്തിലായിരുന്നുവെന്നും എന്നാൽ വീണ്ടും വൈദ്യുതി വകുപ്പ് താൻ ഏറ്റെടുത്തപ്പോഴാണ് അത് നഷ്ടത്തിലാണെന്ന് അറിയുന്നതെന്നും ഇപ്പോൾ ഈ വകുപ്പ് ഏറ്റെടുത്തത് അബദ്ധമായെന്നും മന്ത്രി പറഞ്ഞു. കാളികാവ് സെക്ഷൻ ഓഫീസ് വിഭജിച്ച് കരുവാരകുണ്ടിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസ് കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. DCC പ്രസിഡന്റ് E. മുഹമ്മദ്, MK മുഹമ്മദ് അലി, NK അബ്ദുൽ ഹമീദ് ആജി, ബ്ലോക്ക് പ്രസിഡന്റ് TJ മറിയക്കുട്ടി, KSU നേതാവ് VS ജോയ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP വിജയകുമാർ, ഷെയ്ഖ് അലി, M. മമ്മു ഹാജി, P. മുഹമ്മദ്, പുഴയ്ക്കൽ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. സ്വീകരണ ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.